വളരെ വാലിഡ് പോയിന്റ് ആണ്. സൈബർ സെല്ലിൽ തന്നെയാണോ വിളിക്കുന്നത് എന്നുള്ളത്. കാരണം വെച്ചാൽ അപ്പോൾ ലാൻഡ് ലൈൻ നമ്പറാണെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർടെല്ലാണ് ലാൻഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ അത് കേരള പോലീസിന് സൈബർ വിംഗ് എന്നാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കുന്നു. തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഇവന്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും സൈബർ വിങ്ങിലേക്ക് പോലീസിലേക്ക് കൈമാറി എന്ന്. നമസ്കാരം, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. റിനോയ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ. എക്സ്പ്രഷൻ കിങ് എന്ന് വിശേഷിപ്പിക്കാം. അവൻ്റെ ഈ വയനാട് ദുരന്തം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് ഉണ്ണിമാഷ് സംസാരിക്കുന്നതും പിന്നെ മകള് സംസാരിച്ചിട്ടുള്ള ഒരു അച്ഛൻ പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോന് ഇവൻ റിയാക്ട് ചെയ്തിട്ടുള്ള, വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടു വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഞാൻ കമ്മ്യൂണിറ്റിയിൽ രാവിലെ ഷെയർ ചെയ്തിരുന്നു. അതുൽ ഉണ്ടല്ലോ, അതുൽ വ്ളോഗ്സിൽ അതുൽ ബ്രോൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതുൽ ബ്രോ വീഡിയോ ചെയ്തതിൻ്റെ ബേസിൽ അതിൽ തപ്പി പിടിച്ചു എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും കിട്ടി, അതുലിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിലത് പുറത്തേക്ക് ഷെയർ ചെയ്തിരുന്നില്ല. അതിലെന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ പുറത്തേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൈ കിട്ടുന്നവൻ അവൻ്റെ നെഞ്ചും കൂടെ അടിച്ച് കലക്കും, അവനെ പഞ്ഞിക്കിടും, പിന്നെ അവൻ ജീവനോടെ പോലും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരം 29 വയസ്സുള്ള ഒരു പയ്യനാണ് അവനെന്ന്. മൈനറല്ല, ചെറിയ പയ്യനല്ല, +2 +2 അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ മാഡല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പ്രത്യേക ടൈപ്പ് ചങ്ങായിയാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെക്കാം. അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിരുന്നു. അതിൽ വളരെ ക്ലിയർ ആയിട്ട് വീഡിയോ ചെയ്തപ്പോൾ അതിലൊരു കാര്യം പറഞ്ഞത്, അതിൻ്റെ കയ്യിൽ നമ്പർ ഉണ്ട്, അതിലത് ഷെയർ ചെയ്ത് കൊടുക്കാം. പോലീസോ ആരെങ്കിലും ബന്ധപ്പെട്ട ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം അതിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ബേസിൽ അതിലിനെ സൈബർ സെല്ലിൽ നിന്ന് വിളിക്കേണ്ടായി. അങ്ങനെ എന്നെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് ഈ പൂക്കാവടി മോൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. അതുലാണോ? അതെ, അതിലൊരു സൈബർ സെല്ലിൽ നിന്നാണേ. പറയൂ സാർ. അതായത് അതിലിപ്പോ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, മറ്റേ റിനോയ് ലവ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു അവന്റെ അഡ്രസ് കാര്യങ്ങൾ ഫോൺ നമ്പർ ഒക്കെ അതിലുണ്ട്. രണ്ടു വീഡിയോ എന്നാണ് അറിഞ്ഞത്. അവന്റെ ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ? പറഞ്ഞല്ലോ സാർ. സൈബർ സെല്ല് തന്നെയല്ലോ, കൺഫേം ആണല്ലോ? അതെ 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 അതെ. ഇല്ല, ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്ത് പയ്യനെ കൊണ്ട് പഞ്ഞി കിട്ടാ, അതുകൊണ്ടാണ്. ഇല്ല ഇല്ല ഇല്ല, അതുകൊണ്ടാണ് ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചത്. മൊബൈലിൽ നിന്ന് വിളിക്കാൻ കൊണ്ടാണ്. ഇത് മൊബൈൽ നമ്പർ അല്ലേ? ഇത് എയർടെലിന്റെ ഞങ്ങളുടെ ലാൻഡ് ഫോൺ നമ്പറാണ്. ഞങ്ങളുടെ എയർടെൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ലാൻഡ് ഫോൺ നമ്പറാണ്. ഓക്കെ സാർ, ഓക്കെ സാർ. വെയിറ്റ് ഒരു സെക്കൻഡ്. സാർ 2 നമ്പർ ഉണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞു. 96 33 83 ഇല്ല 83 അല്ല 33 9633 91 സാർ ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം അടുത്ത്, ഒരു സെക്കൻഡ് സാർ. 80 78 40 78 അല്ലേ? ഒന്നുകൂടി പറയട്ടെ, ഞാൻ പറയാം. 807840. അപ്പോൾ ഇത് പ്രകാരം അതിൽ ഇവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും എല്ലാം സൈബർ സെല്ലിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ പറഞ്ഞ മാതിരി തന്നെ അതിൽ ചോദിച്ച വളരെ വാലിഡ് പോയിന്റ് ആണ്. സൈബർ സെല്ലിൽ തന്നെയാണോ വിളിക്കുന്നത് എന്നുള്ളത്. കാരണം വെച്ചാൽ അപ്പോൾ ലാൻഡ് ലൈൻ നമ്പറാണെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർടെല്ലാണ് ലാൻഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ അത് കേരള പോലീസിന് സൈബർ വിംഗ് എന്നാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കുന്നു. തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഇവന്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും സൈബർ വിങ്ങിലേക്ക് പോലീസിലേക്ക് കൈമാറി എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്ത ഉണ്ട്. കാരണം വെച്ചാൽ ഒരിക്കലും ഒരാളും ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യരുത്. മനസ്സുകൊണ്ട് പോലും, പുറത്തേക്ക് കാണിക്കുന്നത് മാത്രമല്ല, മനസ്സിൽ പോലും ലോകത്തെവിടെയെങ്കിലും ഒരു ദുരന്തം, ലോകത്തിന്റെ ഏത് കോണിലായിക്കോട്ടെ, ഇനിയിപ്പോൾ ഏത് രാജ്യത്ത്, നമ്മുടെ ശത്രു രാജ്യത്താണെങ്കിൽ കൂടി, ഓക്കെ, നമ്മുടെ ശത്രുക്കൾക്കാണെങ്കിലും ശത്രു രാജ്യത്താണെങ്കിലും കൂടി അവർക്ക് വരുന്ന ആപത്തുകളിൽ സന്തോഷം കാണുന്ന, അതിനിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും, ഇനിയിപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും എന്താണെങ്കിലും, അതൊക്കെ ഒരു മാനസിക വൈകല്യമാണ്. അതൊന്നും ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അതൊരിക്കലും വളർത്താൻ പറ്റുന്ന സംഗതിയേ അല്ല. അത് ഒരാളും അത് ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലോകത്തെവിടെയും എന്ത് കോലത്തിലും അത് കണ്ടു കഴിഞ്ഞാലും അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ടോളറേറ്റ് ആരും ചെയ്യാനും പാടില്ല. ടോളറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ആർക്കും ഇല്ല.
ഇത് വലിയൊരു പാഠാണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടതായ ചില രീതികളുണ്ട്. ഓക്കെ, അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാര്യം പറയുന്ന സമയത്ത് മറ്റാൾക്ക് വിഷമം വരും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇതുപോലെ റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മാനസിക ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും യു മൈറ്റ് ഹാവ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഛർദ്ദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. പിന്നെ പ്രത്യേകിച്ചും ഒരാളുടെ വിഷമത്തിൽ ഇന്ന് വളർന്നു വരുന്ന എല്ലാ കുട്ടികളുടെ മക്കളോടും, എൻ്റെ മോനോടൊക്കെ പറയുന്ന ഒറ്റ കാര്യത്തിലുള്ളൂ, വളർന്നു വരുന്ന കുട്ടികളോടും എല്ലാവരോടും പറയാം, നമ്മളെ കുട്ടികളോടായിട്ടുള്ള ഇതുമായി പറയാണ് ഈ ഒരു ഇത് വെച്ചിട്ട്. അതായത് ഒരിക്കലും ഒരാളുടെ വിഷമത്തിൽ നിങ്ങൾ സന്തോഷിക്കരുത്. ഒരിക്കലും. നമ്മളെ ശത്രുക്കളാണെങ്കിൽ കൂടി ആൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അതവന് കിട്ടേണ്ടത് കിട്ടിയെന്ന് പറയും. പക്ഷേ ഇതുപോലുള്ള സംഗതികൾ വരുന്ന സമയത്ത് നാച്ചുറൽ കലാമിറ്റീസ് എന്ത് സംഭവം വരികയാണെങ്കിലും ഒരു കാരണവശാലും നമ്മൾ അതിൽ സന്തോഷിക്കുക, അതിനെ കളിയാക്കരുത്. നമ്മൾ ശത്രുക്കൾക്ക് നമ്മൾക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഉള്ളിൽ തോന്നും അവന് കിട്ടേണ്ടത് കിട്ടി തോന്നും. പക്ഷെ ഇത് അതുപോലെയല്ല. ഇത് അത്രയും പാവപ്പെട്ട, അത്രയും എന്താ പറയുക, ഒരു ഗതി എന്തില്ലാത്ത സാധുക്കളായ മനുഷ്യർ ഡെയിലി അവനവൻ്റെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആൾക്കാർ, അവർക്കാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നത്. പക്ഷെ ഇതല്ല, ഒരുവിധം എല്ലാ പണക്കാരും പാവപ്പെട്ടവരും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയി. നമ്മളിപ്പോഴും അത് ന്യൂസ് ചാനൽസിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ബുദ്ധിമുട്ടുന്നത്. അതേപോലെ തന്നെ അർജുൻ്റെ സിറ്റുവേഷൻ, അർജുൻ്റെ കാര്യം അത്രയും കേരളം ചർച്ച ചെയ്തതാണ്, നമ്മളൊക്കെ പ്രാർത്ഥിച്ച സംഭവമാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവനെയും കളിയാക്കിക്കൊണ്ട് ഇവൻ വീഡിയോസ് ഇട്ടിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം അവൻ ഡിലീറ്റ് ചെയ്ത് പോയതിൻ്റെ ബാക്കി നമ്മൾ ഈ ലോകത്ത് ഇപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ദൈവം കാണുന്നു എന്നുള്ള പറഞ്ഞ പോലെ സൈബർ സ്പേസിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെയൊക്കെ ബാക്കി ഉണ്ടായിരിക്കും. ഇതൊക്കെ പൊക്കാൻ പറ്റും. അതിപ്പോൾ വളരെ നിസ്സാരമായിട്ട് കമൻ്റ് ഇടും. ഇപ്പോൾ നമ്മളൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഐഡൻറ്റിറ്റി വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ഇതൊന്നും ഐഡൻറ്റിറ്റി ഇല്ലാതെ ഈ വെറുതെ കമൻ്റ് ഇട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും കൂടി, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ എന്ത് സിറ്റുവേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരൊറ്റ കാര്യം മാത്രം ഓർക്കുക, പിടി വീഴാൻ അധികം സമയം വേണ്ട, വളരെ സിമ്പിളായിട്ട് പൊക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണത്. ഡീറ്റെയിൽ വീഡിയോ ഇതിലുണ്ട്. ഞാൻ ഏതായാലും ഇവിടെ ക്ലിപ്പ് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. ഒരു കാര്യം, അധികം വൈകാതെ ഇവൻ പോലീസിൻ്റെ കയ്യിലെത്തിയത് അവൻ്റെ ഭാഗ്യം. കാരണം ആ മോന്തയും വെച്ചിട്ട് ആ ഗോഷ്ടിയും വെച്ചിട്ട് ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ ഈ റിനോയ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ മുഖം എന്ന് പറഞ്ഞാൽ ആ ഗോഷ്ടി കാണിക്കുന്ന മുഖവും മുകളിൽ ഉണ്ണിമാഷും ആ വിഷമിച്ചിരിക്കുന്ന പിതാവിൻ്റെ മുഖവും, ഇതിൻ്റെ അടിയിൽ ഇവൻ്റെ ആ ഒരു ഗോഷ്ടിയാണ് മനസ്സിൽ. അപ്പം ആ കോലത്തിൽ ഇവനെ ആ ഒരു മുഖം മനസ്സിലുള്ളപ്പോൾ അവന് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും ആ കോലത്തിൽ അവനെ പച്ച വെളിച്ചത്തിലോ ഇരുട്ടത്തോ ഏത് സിറ്റുവേഷനിൽ അവനെ കണ്ടാലും സംസാരത്തിന് മുന്നേ വീഴാൻ പോകുന്നത് അടിയായിരിക്കും. ഡെഫിനറ്റാണ് അത് 100% ഷുവറാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സ് വിഷമിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും അവനെ ചെയ്യാൻ പോകുന്നത് 2 കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്ത വർത്താനോ അടുത്ത ചിന്തയോ ഉണ്ടാവുള്ളൂ.